കേന്ദ്ര സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ജന്തർ മന്ദറിന് മുന്നിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. ടൗൺ ഹാൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ച മാർച്ചിൽ നൂറുകണക്കിന് യുവജനങ്ങൾ പങ്കാളികളായി. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ KM നീനു ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട 3 പരീക്ഷ ചോദ്യപേപ്പറുകളാണ് ചോർന്നിരിക്കുന്നത്. ഒന്ന് നെറ്റ് പരീക്ഷ, മറ്റൊന്ന് UGC പരീക്ഷയുടെ ചോദ്യപേപ്പർ, മറ്റൊന്ന് CBSE പരീക്ഷയുടെ ചോദ്യപേപ്പർ. അങ്ങനെ 3 പരീക്ഷ ചോദ്യപേപ്പറാണ് ഒരു വർഷം കൊണ്ട് ഇന്ത്യ രാജ്യത്ത് ചോർന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വളരെ ഗൗരവത്തോടെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ചോർന്നിരിക്കുന്നത്. അത് ചോർന്നു എന്ന് മാത്രമല്ല, വലിയ പ്രതീക്ഷയോടുകൂടി ഈ പരീക്ഷ എഴുതാമെന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ പരീക്ഷ മാറ്റിവെക്കുന്ന സാഹചര്യത്തിന്റെ ഭാഗമായി വളരെ നിരാശപ്പെട്ട എക്സാം സെന്ററുകൾക്കകത്തു നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്തിനകത്ത് രൂപപ്പെട്ടു. ഇതിന്റെ ഭാഗമായി വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും എല്ലാം ഭാഗമായി വലിയ പ്രതിഷേധം രാജ്യത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഇത് മാത്രമല്ല പ്രശ്നം, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യക്കകത്ത് അധികാരത്തിൽ വന്നതിനു ശേഷം 3 പ്രാവശ്യമാണ് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ഈ രാജ്യത്തിനകത്ത് ചോർന്നത്. 3 പ്രാവശ്യം ചോദ്യപേപ്പർ ചോർന്ന ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്താനോ ഇതിന് ഉത്തരവാദികളായ ആളുകളെ കണ്ടെത്താനോ നടപടിയെടുക്കാനോ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ 3ാം ഘട്ടം പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതിന്റെ ഭാഗമായി 14 വിദ്യാർത്ഥികളാണ് ഈ രാജ്യത്തിനകത്ത് ആത്മഹത്യ ചെയ്തത്. ഇതിന്റെ ഭാഗമായി നേരത്തെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. പ്രതിഷേധം എന്ന് പറയുന്നത് നിരാഹാര സമരമാണ്, ജനാധിപത്യപരമായ സമരം രാജ്യ തലസ്ഥാനത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. ഈ സമരത്തിന്റെ ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തകനായിട്ടുള്ള സോനം വാങ്ചുക് എന്ന് പറയുന്ന ഈ രാജ്യം ആരാധിക്കുന്ന മനുഷ്യൻ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരപ്പന്തലിൽ നിരാഹാരമിരിക്കുന്ന സാഹചര്യം രാജ്യത്തിനകത്തുണ്ടായി. ടി ജനീഷ് അധ്യക്ഷനായി, N ഷിജിൻ, PS അർജുൻ എന്നിവർ സംസാരിച്ചു.